2024 രോഹിത് ശർമ്മയിൽ നിന്നും T20 നായകസ്ഥാനം ഏറ്റെടുത്ത സൂര്യകുമാർ യാദവ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റെ നേതൃത്വ പാടവം തെളിയിച്ചു കഴിഞ്ഞു. 2025 ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും ഇന്ത്യയുടെ ഷെൽഫിലെത്തിച്ചതോടെ സൂര്യയുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യൻ ടീം വലിയ ആത്മവിശ്വാസത്തിലാണ്. 2026 സ്വന്തം മണ്ണിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയാണ് ഫേവറിറ്റുകൾ. സൂര്യകുമാറിന്റെ നേതൃത്വത്തിന്റെ പ്രധാന സവിശേഷത അദ്ദേഹം ടീമിൽ കൊണ്ടുവന്ന പേടിയില്ലാത്ത സമീപനമാണ്. ഗ്രൗണ്ടിന്റെ എല്ലാ കോണിലേക്കും പന്ത് പായിക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ ടീമിലെ മറ്റംഗങ്ങൾക്കും വലിയ പ്രചോദനമാണ്. യുവതാരങ്ങളെ വിശ്വസിക്കാനും അവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകാനും അദ്ദേഹം കാണിക്കുന്ന താൽപര്യം ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും വിനോദ് കാംബ്ലിക്കും ശേഷം ഇത്രയേറെ ഹൈപ്പ് ലഭിച്ച മറ്റൊരു താരമില്ല. വെറും 14 വയസ്സുള്ള ഈ ഇടംകൈയൻ ബാറ്റർ ഇന്ന് ലോക ക്രിക്കറ്റിലെ തന്നെ അത്ഭുതമാണ്. വൈഭവിന്റെ സവിശേഷതകളും നിരവധിയാണ്. അസാമാന്യമായ പവർ ഹീറ്റിംഗ്. IPL രാജസ്ഥാൻ റോയൽസിനായി കളിച്ച ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ് വൈഭവ് തന്റെ വരവറിയിച്ചത്. റെക്കോർഡുകൾ തകർക്കുന്ന ഇന്നിംഗ്സുകൾ. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെറും 35 പന്തിൽ സെഞ്ചുറി നേടിയ ലോകത്തെ അമ്പരപ്പിച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. സ്ഥിരതയാർന്ന പ്രകടനവും. അണ്ടർ 19 ഏഷ്യ കപ്പിൽ UAE-ക്കെതിരെ നേടിയ 171 റൺസ് താരത്തിന്റെ ക്ലാസ് തെളിയിക്കുന്നു. വിജയ് ഹസാരെ ട്രോഫിയിലും വൈഭവ് മികവ് തുടർന്നു. സൂര്യകുമാർ യാദവിന്റെ കീഴിൽ 2026 ലോകകപ്പിന് ശേഷം ഒരു പുതിയ ഓപ്പണറായോ മിഡിൽ ഓർഡർ പവർ ഹീറ്ററായോ വൈഭവ് വരുന്നത് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ആഴം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ സ്വന്തം റാഷിദ് ഖാൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലങ്ങളായി തിരയുന്നത് ഒരു വിക്കറ്റ് ടേക്കിംഗ് ലെഗ് സ്പിൻ ഓൾറൗണ്ടറെയാണ്. ആ കുറവ് നികത്താൻ കെൽപ്പുള്ള താരമാണ് വിപ്രാജ് നിഗം. ഡൽഹി ക്യാപിറ്റൽസിലൂടെ ഉദിച്ചുയർന്ന ഈ താരം ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ അപകടകാരിയാണ്. മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് നിർണായകമാണ്. കഴിഞ്ഞ IPL-ൽ നിന്നും 11 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതു. കേവലം ഒരു ബൗളർ എന്നതിലുപരി 180 സ്ട്രൈക്ക് റേറ്റിൽ റൺസ് അടിച്ചുകൂട്ടുന്ന ഒരു ബാറ്റർ കൂടിയാണ് നിഗം. കുൽദീപ് യാദവിനെ പോലെയുള്ള സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ഉള്ളപ്പോൾ തന്നെ ബാറ്റിംഗിലും മികവുള്ള നിഗം ലോവർ ഓർഡറിൽ ഒരു മികച്ച ഫിനിഷറുടെ റോൾ കൂടി കൈകാര്യം ചെയ്യുന്നു. കാശ്മീരിൽ നിന്നുള്ള പുതിയ പേസ് വിസ്മയം ഉമ്രാൻ മാലിക്കിന് ശേഷം ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ സ്പീഡ് ഗണ്ണിലേക്ക് എത്തുന്ന താരമാണ് 29-കാരനായ അക്യൂബ് നബി. ഉമ്രാന്റെ പക്കൽ വേഗത മാത്രമായിരുന്നെങ്കിൽ നബിയുടെ പക്കൽ വേഗതയും സ്വിംഗും ഒരുപോലെയുണ്ട്. വെറും 5 മത്സരങ്ങളിൽ നിന്നും 29 വിക്കറ്റുകൾ വീഴ്ത്തിയത് അദ്ദേഹത്തിന്റെ കൃത്യതയെ കാണിക്കുന്നു. ഇതിൽ 3-5 വിക്കറ്റ് നേട്ടങ്ങൾ ഉൾപ്പെടുന്നു. വരാനിരിക്കുന്ന IPL നബിക്ക് നിർണായകമാണ്. പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താനും പഴയ പന്തിൽ കൃത്യമായി യോർക്കറുകൾ എറിയാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. 2026 ലോകകപ്പ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് എന്നത് ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. എങ്കിലും ശ്രീലങ്കയിലെ സ്പിൻ പിച്ചുകൾ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായേക്കാം. ഇവിടെയാണ് വൈഭവ് സൂര്യവംശിയെ പോലുള്ള സ്പിന്നിനെ നന്നായി നേരിടുന്ന ബാറ്റർമാരുടെയും വിപ്രാജ് നിഗത്തെ പോലെയുള്ള ഓൾറൗണ്ടർമാരുടെയും പ്രാധാന്യം. ഈ 3 താരങ്ങളും ചേർന്ന് സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ കീഴിൽ ടീം ഇന്ത്യ ഇന്ന് ഏതൊരു വമ്പൻ ടീമിനെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരാണ്. 2025-ലെ നേട്ടങ്ങൾ ആവർത്തിക്കാൻ 2026 ലോകകപ്പിലും ഇന്ത്യക്ക് സാധിക്കുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു. ഹർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത് തുടങ്ങിയ സീനിയർ താരങ്ങൾക്കൊപ്പം വൈഭവ് സൂര്യവംശി, നിഗം, അക്യൂബ് നബി എന്നീ യുവാക്കൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണകാലം തുടരുമെന്നതും ഉറപ്പാണ്. ഈ 3 യുവതാരങ്ങളിൽ ആരായിരിക്കും ഇന്ത്യൻ ടീമിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.